രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്ന രാജാ രവിവർമ്മ തൻ്റെ വിഖ്യാതമായ ഈ ചിത്രത്തിലൂടെ വിജ്ഞാനത്തെയും വിശുദ്ധിയെയും പ്രതീകപ്പെടുത്തുന്ന പവിത്രമായ ഹംസത്തെ ജീവസുദ്ധതാക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ഹംസം എന്നത് സൗന്ദര്യത്തിൻ്റെയും ബുദ്ധിയുടെയും ആത്മീയതയുടെയും പ്രബുദ്ധതയാകെ ഉൾക്കൊള്ളുന്ന ഒരു സമാദരണീയ സങ്കല്പമാണ്. ഭാരതീയ ദേവതാ സങ്കല്പങ്ങൾക്ക് മാനുഷിക മുഖം നൽകിയ അതുല്യനായ കലാകാരന്റെ മറ്റൊരു ദൃശ്യവിസ്മയമാണ് ഹംസ ദമയന്തി സംവാദം. നിലാവെട്ടത്തിലെ രാധ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് വരച്ച രാജാ രവിവർമ്മയുടെ ഏറ്റവും ആകർഷകമായ ചിത്രങ്ങളിൽ ഒന്നാണ് നിലാവെട്ടത്തിലെ രാധ. ഭഗവാൻ കൃഷ്ണന്റെ പത്നിയായ രാധയെ സ്ത്രീത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ദയയുടെയും ഭക്തിയുടെയും എല്ലാം പ്രതീകമായാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ രാധയുടെ മൃദുമേനിയിൽ വീഴുന്ന നിലാവെട്ടം അവരുടെ കൃഷ്ണനോടുള്ള പ്രണയത്തിന്റെ വിശുദ്ധിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. രവിവർമ്മയുടെ മനസ്സിലെ രാധ വെറുമൊരു കാമുകിയല്ല, മറിച്ച് ഭക്തിക്ക് ദൈവികതമായുള്ള നിത്യബന്ധത്തിന്റെയും ഇഴയെടുപ്പത്തിന്റെയും ആത്മീയ പ്രതീകം കൂടിയാണ്. മാദ്രി, മഹാരാഷ്ട്ര വനിത. മഹാഭാരതത്തിലെ പാണ്ഡു മഹാരാജാവിന്റെ രണ്ടാമത്തെ പത്നിയും പഞ്ചപാണ്ഡവരിലെ ഇളയ രണ്ടുപേരുടെ അമ്മയുമാണ് മാദ്ര രാജ്യത്തിലെ രാജകുമാരിയായിരുന്ന മാദ്രി എന്നാണ് ഐതിഹ്യം. ഈ ഭാരതീയ സങ്കല്പത്തിനാണ് 19ാം നൂറ്റാണ്ടിൽ രാജാ രവിവർമ്മ നിറം പകർന്നത്. രാജകീയ വസ്ത്രം ധരിച്ച് ശാന്തമായ മുഖഭാവത്തോടെ ധ്യാനത്തിന്റെയും ആന്തരിക ശക്തിയുടെയും ആത്മനിർവൃതിയിൽ ലയിച്ച സ്ത്രീ സങ്കല്പമായാണ് രവിവർമ്മ മാദ്രിയെ ചിത്രത്തിലേക്ക് പകർത്തിയിരിക്കുന്നത്. സൗന്ദര്യത്തിനും ത്യാഗത്തിനും പേരുകേട്ട മാദ്രിയുടെ കഥ ഭക്തിയുടെയും ധർമ്മത്തിന്റെയും കൂടി കഥയാണ്. ഇന്ത്യൻ ഇതിഹാസങ്ങളിലെ മറക്കാനാവാത്ത മാദ്രി എന്ന സ്ത്രീ സങ്കല്പത്തെ അനിതര സാധാരണമായ ദൃശ്യഭംഗിയോടെയാണ് രവിവർമ്മ തന്റെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
പ്ലീസിംഗ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെയാണ് രാജാ രവിവർമ്മ പ്ലീസിംഗ് എന്ന കലാസൃഷ്ടിയും വരച്ചത്. സൗന്ദര്യത്തിന്റെയും സമചിത്തതയുടെയും സ്ഥായീഭാവം ഉൾക്കൊള്ളുന്ന സ്ത്രീ സങ്കല്പത്തിന്റെ സുന്ദരവും ശാന്തവുമായ ഒരു പ്രതിഫലനമാണ് ഈ ചിത്രത്തിലൂടെ ചിത്രകാരൻ വരച്ചു കാട്ടുന്നത്. സൂക്ഷ്മമായ ചിന്തകളിലൂടെയും ഭാവങ്ങളിലൂടെയും അതിസൂക്ഷ്മമായ വികാരങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുന്നതിൽ കലാകാരന്റെ സമാനതകളില്ലാത്ത കഴിവിനെ കൂടിയാണ് ഈ ചിത്രം പ്രതിഫലിപ്പിക്കുന്നത്. ജാനകി സുബമ്മ ബായി സാഹിബ് ഓഫ് പുതുക്കോട്ടെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വരച്ച രാജാ രവിവർമ്മയുടെ അതിപ്രശസ്തമായ മറ്റൊരു ചിത്രമാണ് പുതുക്കോട്ടയിലെ ഹെർ ഹൈനസ് ജാനകി സുബമ്മ ബായി സാഹിബിന്റെ ചിത്രം. ഇന്ത്യൻ രാജകീയതയുടെ തനിപ്പകർപ്പാണ് ചിത്രം. രാജകീയ വസ്ത്രസങ്കല്പങ്ങളുടെ എല്ലാ ആഡംബരങ്ങളോടെയുമാണ് രാജ്ഞിയെ ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ രാജകീയ പദവിയുമായി ബന്ധപ്പെട്ട ശക്തിയും അന്തസ്സുമെല്ലാം പ്രകടമാക്കുന്നത് തന്നെയാണ്. ഈ പെയിന്റിങ്ങിന്റെ സമ്പന്നമായ വർണ്ണക്കൂട്ടിൽ രവിവർമ്മയുടെ ശ്രദ്ധ വിഷയത്തിന്റെ ഭംഗിയിൽ മാത്രമല്ല, അക്കാലത്തെ ഇന്ത്യൻ രാജകീയതയോടുള്ള സമൂഹത്തിന്റെ ബഹുമാനവും ആദരവും കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ സൗന്ദര്യ സങ്കല്പത്തെയും കാലത്തിന്റെ നിറച്ചാർത്തുകളെയും രവിവർമ്മയുടെ വർണ്ണപ്പൊലിമ സ്വാധീനിച്ചു എന്ന് നിസ്സംശയം പറയാം.
പാൽക്കുടമേന്തിയ വനിത. രാജാ രവിവർമ്മയുടെ പാൽക്കുടമേന്തിയ വനിത എന്ന പെയിന്റിംഗ് ഒരു സാധാരണ പാൽക്കാരിയുടെ സൗന്ദര്യവും ഗാംഭീര്യവുമാണ് ചിത്രീകരിക്കുന്നത്. പരമ്പരാഗത മലയാളി വസ്ത്രം ധരിച്ച് കയ്യിൽ പാൽക്കുടമേന്തിയ ഈ ചിത്രത്തിലെ സ്ത്രീയുടെ മൃദുലഭാവവും നാട്ടുരൂപവും രവിവർമ്മയുടെ സ്വാഭാവിക ശൈലിയിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഈ ചിത്രം ഇന്ത്യൻ നിയോ ക്ലാസിക്കൽ കലയുടെ ഒരു മികച്ച ഉദാഹരണം കൂടിയാണ്. രംഭ സ്ത്രീ സൗന്ദര്യത്തെ ചിത്രരചനയിലൂടെ വർണ്ണിക്കുന്നതിൽ രവിവർമ്മയോളം പോകുന്ന മറ്റാരെങ്കിലും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. പുരാണങ്ങളിലെ അപ്സരസായ രംഭ രവിവർമ്മ ചിത്രങ്ങളിൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ അതിശയിപ്പിക്കുന്ന ഭാവഭേദങ്ങളുമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. രാജാ രവിവർമ്മയുടെ അപ്സരസ എന്ന വ്യാഖ്യാനം ഇന്ത്യയിലെ ക്ലാസിക്കൽ കലാപാരമ്പര്യങ്ങളുടെ സ്വാധീനത്തിലാവാനാണ് സാധ്യതയേറെയും. രംഭയെ കുറ്റമറ്റ രീതിയിൽ ദൃശ്യഭംഗിയോടെ തന്നെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീ ശക്തിയെയും സൗന്ദര്യത്തെയും വശീകരണ ശേഷിയെയും തികഞ്ഞ മനോഹാരിതയോടെ വർണ്ണിക്കുന്ന സമ്പന്നമായ പുരാണ പാരമ്പര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രവിവർമ്മയുടെ ഈ ചിത്രീകരണം എന്നതിന് രണ്ടു പക്ഷമില്ല. ശകുന്തള 1898 മഹാഭാരതത്തിലെ ഇതിഹാസ കഥാപാത്രമായ ശകുന്തള തന്റെ കാമുകനായ ദുഷ്യന്തനെ കാത്തിരിക്കുമ്പോൾ അവളുടെ അഭൗമമായ ആ സങ്കല്പ സൗന്ദര്യം രവിവർമ്മയുടെ മനസ്സിനെ സ്വാധീനിച്ചു. ശകുന്തളയുടെ കണ്ണുകളും മുഖഭാവങ്ങളും ഭാവവ്യത്യാസങ്ങളും രാജാ രവിവർമ്മയുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും ചിത്രീകരണത്തിലൂടെയും അദ്ദേഹം പകർത്തി. ഇതൊരു കാമുകിയുടെ കാത്തിരിപ്പിന്റെ നിമിഷം മാത്രമല്ല, മറിച്ച് സ്ത്രീ സൗന്ദര്യത്തിന്റെ വിവിധ തലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ്. നിറക്കൂട്ടുകളിലൂടെ മനുഷ്യവികാര വിചാരങ്ങൾ പകർത്തുന്നതിലെ വർമ്മയുടെ വൈദഗ്ധ്യത്തിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ചിത്രം. सोन्यात सजले रुटात भिजले
കാദംബരി 1906 രാജാ രവിവർമ്മ വരച്ച എണ്ണ ഛായാചിത്രമാണ് കാദംബരി. 58 വയസ്സുള്ളപ്പോൾ മരിക്കുന്നതിന് മുമ്പ് വർമ്മ വരച്ച അവസാന ചിത്രമാണിത്. സ്നേഹത്തിന്റെയും ബുദ്ധിശക്തിയുടെയും വൈകാരികതയുടെയും ഹൃദയതാളങ്ങളുടെയും പ്രതീകമായ സിത്താർ വായിക്കുന്ന കാദംബരി എന്ന സ്ത്രീയെയാണ് രവിവർമ്മ ഈ മനോഹര ചിത്രത്തിലൂടെ അനശ്വരമാക്കുന്നത്. അനുപമവും സുന്ദരവുമായ വസ്ത്രധാരണത്തിലും പ്രകൃതി രമണീയതയുടെ ആസുര ഭംഗിയിലും ചുറ്റപ്പെട്ട കാദംബരി ക്ലാസിക്കൽ ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ കലാതീതമായ ആകർഷണീയതയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഭാരതീയ സ്ത്രീ സങ്കല്പങ്ങളുടെ മഹനീയ ഭാവങ്ങൾ ചാലിച്ച് രൂപപ്പെടുത്തിയ കാദംബരിയെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും?
രവിവർമ്മയുടെ ചിത്രീകരണ ശൈലിയെ